നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന അശ്രദ്ധമായി കളയുന്ന പല കാര്യങ്ങളെയും അല്ലാഹു തആല അതിന്റെ സത്യാവസ്ഥ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ദുനിയാവിലെ ഒരു കാര്യം, നമ്മളൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത് തെറ്റായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നത് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചതിന് ശേഷം ഇപ്പം സത്യമാണ് എന്ന് തോന്നിക്കുന്ന പലതും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പല ഏജൻസികളും പല വിഭാഗങ്ങളും ആളുകൾക്കിടയിലുണ്ട്. നമുക്ക് നേട്ടമാണ്, നമുക്ക് ഗുണമാണ് എന്ന് തോന്നും, പക്ഷെ അതിന്റെ ഒരു വഞ്ചന ഉണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുടുംബം ആത്മഹത്യ ചെയ്യാനുള്ള കാരണം അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ ടെലഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരു ഏജൻസി അവര് പൈസ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഇൻവെസ്റ്റ് ചെയ്തപ്പോ അവർ പറഞ്ഞ ലാഭം കൃത്യസമയത്ത് കിട്ടി. വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അതേപോലെ വീണ്ടും കിട്ടി. മൂന്നാമത്തെ തവണയും ചെയ്യാൻ പറഞ്ഞു, മൂന്നാമത്തെ തവണയും ചെയ്തപ്പോൾ അവർ പറഞ്ഞ അതേ ലാഭം കിട്ടി. നാലാമത്തെ തവണയും പറഞ്ഞു, അപ്പൊ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇരട്ടി ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഇരട്ടി ചെയ്തപ്പോൾ അതിന് ഇരട്ടി കൊടുത്തു. പിന്നെ അടുത്ത തവണ ഒരു വലിയ സംഖ്യ പറഞ്ഞു, അപ്പൊ ആ വലിയ സംഖ്യ അവർ കൊടുത്തു. അതോടുകൂടി പിന്നെ ആ വിഭാഗം മുങ്ങി. അത് വലിയ ഒരു ഭീമമായ സംഖ്യയാണ്. അപ്പൊ വിശ്വാസത്തിലെടുത്ത് അങ്ങനെ ഇത് സത്യമാണ് എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് എന്ത് ചെയ്യുക, പറ്റിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇത് 99 കേസുകളും ഇതേപോലെ തന്നെയാണ്. 99% കേസുകൾ, ഇത്തരം കേസുകൾ വരുന്നത് അങ്ങനെയാണ്. വിശ്വാസത്തിൽ എടുത്തിട്ട് അവസാനം പടുകുഴിയിലേക്ക് കൊണ്ടുപോയി ചാടിക്കും. അപ്പൊ അതിന് ശേഷമാണ് നമുക്കിത് ബോധ്യപ്പെടുക. അങ്ങനെയാണ് പല കാര്യങ്ങളും ജീവിതത്തെ, സാമ്പത്തിക രംഗം മാത്രമല്ല പല കാര്യങ്ങളും അങ്ങനെയാണ്. എന്നാൽ അള്ളാഹു പറയാണ്, നമുക്ക് സത്യസന്ധമായി നമുക്ക് ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ചാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഇങ്ങനെ ജീവിക്കണമെന്ന് അള്ളാഹ് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ജീവിച്ചത് കൊണ്ട് ഒരു കോട്ടും നമുക്ക് സംഭവിക്കാനില്ല. നിങ്ങൾ അങ്ങനെ ജീവിക്കരുത് എന്നുള്ള പറഞ്ഞനുസരിച്ച് അങ്ങനെ ജീവിക്കാതിരുന്നാൽ അതിന്റെ ഗുണമല്ലാതെ നമുക്കൊരു ദോഷവും വരാനില്ല. റബ്ബിനല്ലാതെ ശരിയായ സത്യപ്രകാരമുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു വഞ്ചനയും ഒരു ചതിയും ഒരു പക്ഷപാതിത്വമൊക്കെ ഉള്ളിൽ നടന്നിട്ടുണ്ടാകും. ഇപ്പൊ ആരെങ്കിലും ഒരാള് ഒരു പ്രൊമോട്ട്, ഒരു സംഗതി വല്ലാതെ പറഞ്ഞതിലേക്ക് പ്രൊമോട്ട് ചെയ്യാറുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ അതൊരു പാർട്ടിയോ ഒരു ഗ്രൂപ്പോ ഒരു വിഭാഗമോ, അത് മതമാകട്ടെ രാഷ്ട്രീയമാകട്ടെ ഏതാകട്ടെ, അതിന്റെ ഉള്ളിലൊക്കെ ചില ആളുകൾ സ്വാർത്ഥമായ താല്പര്യങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടാവും. പലതും അങ്ങനെയാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ തന്നെ പലപ്പോഴും ഏറ്റവും അടുത്ത ബന്ധുക്കൾ പോലും ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ ഭയങ്കര നമ്മൾ ഭയങ്കര സ്നേഹം കൊണ്ടാണ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞത്, അവസാനമായിട്ട് എന്തെങ്കിലും ഒരു ലാഭം അയാളിൽ ആ വ്യക്തി കാണുന്നുണ്ടാകും. സാമ്പത്തിക ലാഭം, മറ്റെന്തെങ്കിലും ലാഭം കാണുന്നുണ്ടാകും. എവിടെയും മനുഷ്യൻ അങ്ങനെയാണ്. എങ്കിൽ സത്യസന്ധമായ കാര്യങ്ങൾ നമുക്ക് ആരാ പറഞ്ഞത്? അള്ളാഹു പറഞ്ഞതാണ്. അത് കണ്ടെത്താനും അത് നോക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുമാണ് നമുക്ക് സമയവും താല്പര്യവും ഇല്ലാത്തത്. അതുകൊണ്ട് അള്ളാഹ് പറയാണ്, അതുകൊണ്ട് ആരെങ്കിലും ഈ മാർഗം സ്വീകരിച്ചാൽ അതിന്റെ ഗുണം അവന് തന്നെയാണ്. സ്വീകരിച്ചവർക്ക് അതിന്റെ ഗുണം കിട്ടും, യാതൊരു തർക്കമില്ല. നമ്മളല്ല, ആരെങ്കിലും തെറ്റിപ്പോയാൽ അതിന്റെ ദോഷവും അവന് തന്നെയാണ്. ഈ മാർഗം വിട്ട് ആരെങ്കിലും തെറ്റിപ്പോവുകയാണെങ്കിൽ അതിന്റെ ദോഷം അത് അവന് തന്നെയാണ്. നീ അവരുടെ മേൽ കൈകാര്യകർത്താവുന്നതല്ല എന്ന് എന്നോട് പറയാം. കാരണം നബിയെ, താങ്കൾ അത് പറയുന്നത് കൊണ്ട് മറ്റെന്തെങ്കിലും ഒരു ലക്ഷ്യം താങ്കൾക്ക് എന്ത് ചെയ്യേണ്ട, ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല. ലക്ഷ്യത്തെ ഏൽപ്പിച്ച കാര്യം സത്യസന്ധമായി അങ്ങനെ പറഞ്ഞു കൊടുക്കും. പലപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ വേണ്ടിയില്ലായിരുന്നു, ഞാൻ എനിക്ക് തെറ്റുപറ്റിയതാണ്, ഞാൻ തെറ്റാണ് ചെയ്തത്, ഞാൻ തെറ്റായ മാർഗത്തിലൂടെ പോയത്, ആ വഴിയോട് ഞാൻ പോകാൻ പാടില്ലായിരുന്നു എന്ന് പലപ്പോഴും ബോധ്യപ്പെട്ടപ്പോഴാണ് ചെന്ന് ചാടിയുടെ ശേഷം ഞാൻ പോകേണ്ടിയിരുന്നത്, സ്വീകരിക്കേണ്ടിയിരുന്ന ആ മാർഗമാണ് എന്ന് പലപ്പോഴും തോന്നല് അതിന്റെ അവസരം നഷ്ടപ്പെട്ടതിന് ശേഷമായിരുന്നു. ഇനി അങ്ങനെ അവസരം കിട്ടാത്തൊരവസ്ഥ വരുമ്പോഴാണ് പലപ്പോഴും ആളുകൾ തോന്നുന്നത്, ഇങ്ങനെ ചെന്ന് ചാടി പടുകുഴിയിൽ വീണ് ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട് ചിലപ്പോൾ മാനം പോയി, അഭിമാനം പോയി, സമ്പത്ത് പോയി, മുതലൊക്കെ പോയി, അവസാനമാണ് നിങ്ങൾ തോന്നുന്നത് ഞാൻ പോയതും ഞാൻ നടന്നതും ജീവിച്ചതും ഒന്നും ശരിയല്ല, തെറ്റായിരുന്നു എന്ന് അവന് ബോധ്യപ്പെടും.
അപ്പൊ വേറൊരു കാര്യം കൂടി ബോധ്യപ്പെടേണ്ട, ഞാൻ പോകേണ്ടിയിരുന്നത്, ഞാൻ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് വേറൊരു വഴി ഉണ്ടായിരുന്നു, ആ വഴി ആയിരുന്നു എന്ന്. പക്ഷെ അപ്പോഴേക്കും അതിന് അവസരങ്ങളൊക്കെ എന്തായിട്ടുണ്ടാവും, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ നിരവധി ആയത്തുകളിലൂടെ നമുക്ക് പറഞ്ഞു തന്ന കാര്യം. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം പറഞ്ഞ ആയത്ത് എഴുതുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞ ആയത്ത് അല്ല 3 അതിന് ശേഷം കൂടെ പറഞ്ഞില്ല. 3:20 ശേഷം കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞത് 3:20 ലാസ്റ്റ് പറഞ്ഞത്. എങ്കിൽ 19:76 19 സൂറത്ത് മറിയമിലെ 76-ാമത്തെ ആയത്ത് 7-6. വായിച്ചോളൂ. അപ്പൊ നേരത്തെ നമ്മള് പഠിച്ച ആയത്തിൽ നമ്മൾ പറഞ്ഞത് അർത്ഥം, ആരെങ്കിലും ഒരു സന്മാർഗം സ്വീകരിച്ചാൽ അതിന്റെ ഗുണം അവര് തന്നെയാണ്. എന്തൊക്കെയാണ് ആ ഗുണങ്ങൾ? ഗുണം അവര് അതിന്റെ ഗുണം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അവസാനം പറഞ്ഞ കാര്യം തന്നെ എന്റെ ഓർമ്മ. അതായത് ആരെങ്കിലും ഈ സന്മാർഗം സ്വീകരിച്ചാൽ അതിന്റെ ഗുണം അവര് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഗുണം എന്താണ്? ഇപ്പൊ സന്മാർഗം സ്വീകരിക്കുക എന്ന് പറഞ്ഞാല് ഖുർആനാണ് സന്മാർഗം. ഖുർആനാണ് സന്മാർഗം. ഹുദയിൽ മുത്തഖീൻ അതാണ്. ഈ ഖുർആനിനെ മനസ്സിലാക്കാനും ഖുർആനിനെ ഉൾക്കൊള്ളാനും ഒരാൾ തയ്യാറായി അയാൾ കടന്നു വന്നാൽ, ഖുർആൻ സ്വീകരിക്കാനും ഖുർആൻ പഠിക്കാനും ഖുർആന്റെ പ്രകാരം ജീവിക്കാനൊക്കെ ആഗ്രഹിച്ച ഒരാൾ കടന്നു വന്നാൽ അതിന്റെ ഗുണം അവരെ തന്നെയാണ്. ശരിയെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്താണെന്നറിയോ? ഈ ആയത്ത് നോക്കി, അതാണ് 76. എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണ്? അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. ഒന്നാമത്തെ ഗുണം എന്താണ്? അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. അല്ലദീനഹ്തദൂ, ഈ സന്മാർഗം സ്വീകരിച്ചവർക്ക് അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. ഹുദൻ, സന്മാർഗം വർദ്ധിപ്പിച്ചു കൊടുക്കും. എന്താണ് പറഞ്ഞത്? അതിന്റെ ഗുണം അവരെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതിന് ആ ഗുണത്തിൽ ഒന്ന്, ഇത് സ്വീകരിച്ചവർക്ക് അത് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. വർദ്ധിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാല് പിന്നെ ഒരു ഈ ദീനിയായ രംഗത്തുള്ള ജീവിതത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാവും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരാള് ഖുർആൻ പഠിക്കാൻ വേണ്ടി കടന്നു വന്നു. അങ്ങനെ അയാൾ ഖുർആൻ പഠിക്കുമ്പോൾ അയാളുടെ അതുവരെയുള്ള ജീവിതത്തിലെ പലതും ശരിയായിരുന്നില്ല എന്ന് അയാൾക്ക് ബോധ്യപ്പെടില്ല. അപ്പം അയാൾ എന്ത് ചെയ്യും? അയാൾ ഉപേക്ഷിച്ച നന്മകൾ അയാൾ ചെയ്യാൻ തുടങ്ങും. ചെയ്യാതിരുന്ന നന്മകൾ ചെയ്യാൻ തുടങ്ങും. ആ നന്മകൾ കൂടി 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 വരും. അതായത് അയാള് പിന്നെ സുബി നിസ്കരിക്കാത്ത ഒരാളായിരുന്നു. അപ്പൊ അയാൾ ഖുർആൻ മനസ്സിലാക്കി, ഖുർആൻ പഠിച്ച് ഇത് സ്വീകരിച്ച് ആ രൂപത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അയാള് നിസ്കരിക്കാൻ തുടങ്ങി. നിസ്കാരം തുടങ്ങി. പിന്നെ ആ നിസ്കാരം തുടങ്ങിയപ്പോൾ നിൽക്കൂല. പിന്നെ അയാൾ എന്ത് ചെയ്യും? അയാള് ബാക്കിയുള്ള നിസ്കാരങ്ങൾ കൂടി കൃത്യമാക്കും. അങ്ങനെ കൂടി 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 വരും. സാമ്പത്തിക രംഗത്ത് അയാൾക്ക് ഒരു ചിട്ടയും അച്ചടക്കവും ഇല്ലായിരുന്നു. പിന്നെന്ത് ചെയ്യും? അത് കുറച്ച് സൂക്ഷ്മതയും ശ്രദ്ധയും ഒക്കെ സാമ്പത്തിക രംഗത്ത്, കുറച്ച് ചിട്ടയും അച്ചടക്കവും ഒക്കെ ഒരു ഡിസിപ്ലിൻ സാമ്പത്തിക രംഗത്ത് വരാൻ തുടങ്ങി. ഒരു അച്ചടക്കം സാമ്പത്തിക രംഗത്ത് അവനുണ്ടായി.
പിന്നെ എപ്പോഴും വീട്ടില് ഭാര്യയോടും മക്കളോടും ഒക്കെ എപ്പോഴും ദേഷ്യം പിടിക്കുക, മുഖത്ത് ദേഷ്യം, എന്നും വലിയ കച്ചറയും പ്രശ്നങ്ങളൊക്കെയാണ്. അയാളെ സ്വഭാവം അങ്ങനെ പതുക്കെ നന്നാകാൻ തുടങ്ങി, അല്ലെ പെരുമാറ്റം നന്നാകാൻ തുടങ്ങി. അപ്പൊ പെരുമാറ്റം നന്നാകുന്നത്, സംസാരം നന്നാകുന്നത്, അനുഭവിക്കുന്നത് ആദ്യം മക്കളും കുടുംബമായിരിക്കും. അപ്പൊ അവർക്ക് തോന്നും പാപ്പ ഭയങ്കര മാറ്റം മാറിയത്. അപ്പൊ അത് ഭയങ്കര മാറ്റമുണ്ട്. പാപ്പാന്റെ സംസാരം പെരുമാറ്റം ഒക്കെ പാപ്പ വീട്ടിലിങ്ങനെ ആയിരുന്നില്ല. ഇപ്പൊ പാപ്പാക്ക് ഭയങ്കരമായ മാറ്റം ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ആ കുടുംബം ആസ്വദിക്കാൻ തുടങ്ങും. സ്നേഹിതന്മാർ പറയാൻ തുടങ്ങും, എന്താ ആളിപ്പോ പട്ടിക തന്നെയാണ്, നിസ്കാരവും കാര്യമൊക്കെ ആയിട്ട് ഭയങ്കര മാറ്റമാണ് ജീവിതത്തിൽ ഉള്ളത് എന്ന് സമൂഹം അനുഭവിക്കാൻ തുടങ്ങും. ഇത് വർധനവാണ്, അല്ലെ? അള്ളാഹു അങ്ങനെ വർദ്ധിപ്പിച്ച് ഒന്നിൽ നിന്ന് കൂട്ടി കൊണ്ടുപോകും. എന്ന് പറഞ്ഞതാണ്. ആര് ഈ മാർഗം സ്വീകരിച്ചതിന്റെ ഗുണം അവര് തന്നെയാണ് എന്ന് പറഞ്ഞാൽ, ഉപേക്ഷിച്ചിരുന്ന നന്മകൾ ഓരോന്നായിട്ട് ഇങ്ങനെ കൂടി വരും. പിന്നെ ഫർമസ്കാരം, പിന്നെ സുന്നത്തസ്കാരം തുടങ്ങും. പിന്നെ സുബീക്ക് ജമാഅത്തിന് വരാൻ തുടങ്ങി. വീട്ടിൽ നിസ്കരിച്ചിരുന്ന തീരെ നിസ്കരിക്കാത്ത ആള് വീട്ടിൽ നിസ്കരിച്ച് പിന്നെ ജമാഅത്തിന് വരാൻ തുടങ്ങി കുറെ കാലം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ജമാഅത്തിന് വന്നാലും പെട്ടെന്ന് പോകില്ല. അവിടെ ഇരുന്ന് ശുറൂഖ് നിസ്കാരം കഴിഞ്ഞിട്ട് ഉദയത്തിന് ശേഷം നിസ്കാരം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അതിനെ ഖുർആൻ ഓതി തുടങ്ങി, ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അള്ളാഹുവിന്റെയും ഇതിനെ വർദ്ധിപ്പിച്ചു കൊണ്ടുപോകും. അവന്റെ വിശ്വാസം ശരിയായിരുന്നില്ല, അത് റെഡിയായി. അള്ളാഹിനോട് മാത്രം പറയണ പല കാര്യങ്ങൾ അതല്ലാത്തവരൊക്കെ പറഞ്ഞിരുന്നു, അതും റെഡിയായി. അങ്ങനെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഇടയ്ക്കൊരു മ്യൂസിക്കും ഒരു സംഗീതം ഒരു പാർട്ടിയും ഒരു സിനിമയും ഇതൊക്കെ നടത്തിയിരുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാൻ കമ്പനിക്ക് വഴി ഞാൻ വീണ്ടുണ്ടായിരുന്നു, അതിലേക്ക് പോകും. അങ്ങനെ ചെയ്തിരുന്ന തിന്മകൾ അവർ നിർത്താൻ തുടങ്ങും. മനസ്സിലായോ പറഞ്ഞേ? ഉപേക്ഷിച്ചിരുന്ന നന്മകൾ കൂടുതൽ ചെയ്യാൻ തുടങ്ങി, ചെയ്തിരുന്ന തിന്മകൾ ഉപേക്ഷിക്കാനും തുടങ്ങി. ഇതാണ് അള്ളാഹു പറഞ്ഞത്. ഇത് അതുകൊണ്ടെന്താ മെച്ചം? ഇപ്പൊ ആദ്യത്തെ ജീവിച്ചിരുന്ന ജീവിതവും ഇപ്പൊ ജീവിക്കുന്ന ജീവിതം തമ്മിൽ എന്താ മെച്ചം? ബാക്കി ആയത്തിൽ ബാക്കി വായിക്കും. ബാക്കിയാകുന്നത് നല്ല കർമ്മങ്ങളാണ്. ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഈ ചങ്ങാതിമാരും കൂട്ടുകെട്ടും ഇവിടുത്തെ ആസ്വാദനം, മ്യൂസിക്കും സംഗീതവും സിനിമയും ഒക്കെ ഇവിടെ തീരും. ഇവരെ വീട്ടിൽ ലോകം പോകാൻ അവിടേക്ക് ബാക്കിയാകുന്ന കാര്യങ്ങൾ ഏതാണ്? ഈ തിന്മ ഉപേക്ഷിച്ച കൂലി, നന്മ വർദ്ധിപ്പിച്ച കൂലി. ഇതൊക്കെ എവിടുക്കാണ്ടാകുക? ഇത് ഇവിടുത്തെ കച്ചവടത്തിലും ഇവിടുത്തെ ബിസിനസ്സിലും ഇവിടുത്തെ വരുമാനത്തിലും ചിലപ്പോൾ കണ്ടു തരില്ല. ഇവിടുത്തെ ബിസിനസ്സും കച്ചവടം വരുമാനത്തിന് ഇട്ടിട്ട് നമുക്കൊരു യാത്ര പോകാണ്ട് തിരിച്ചു വരാത്തൊരു യാത്ര. ആ യാത്രയിലാണ് നമുക്കിത് സമ്പാദിക്കാൻ ഉണ്ടാകുക. ഒരു ബാക്കിയാത്ത സ്വയം ഹൈറുണ്ണിന്റെ റബ്ബിക്ക, നിന്റെ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമമായത് ആ നിലനിൽക്കുന്ന കർമ്മങ്ങളാണ്. കാരണം ഇവൻ ഈ ഗുണ വർദ്ധിച്ചപ്പോൾ അവൻ ചെയ്ത കർമ്മങ്ങളാണ്. ഉത്തമമായ പരിണാമമുള്ളതും അതിനാണ്. ഉത്തമമായ പരിണാമം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത് ഈ നമുക്ക് പലതും നമ്മളുടെ ഒന്നൊന്നും ഇങ്ങനെ പരിണമിച്ചുണ്ടായി പലതും, അല്ലെ? പലതും അങ്ങനെ ഉണ്ടായി. എങ്കിൽ നമുക്ക് ഒന്നൊന്നാക്കാൻ ചെറിയ ചാക്കച്ചവടം തുടങ്ങി, അതിന് രണ്ടാമത്തെ ചാക്കച്ചവടം തുടങ്ങി, പിന്നെ ജ്യൂസ് കട തുടങ്ങി, അതിമന്ന് പിന്നെ ഉണ്ടായ വരുമാനം കൂടി ചെറിയ ഹോട്ടലിൽ ഷെയർ എടുത്ത്, പിന്നെ അത് ലോഡ്ജായി മാറി, പിന്നെ അതിനൊരു ചായ പോയി ഹോട്ടലിൽ ലോഡ്ജും കൂടിയായി, അത് രണ്ടെണ്ണായി, മൂന്നെണ്ണായി, നാലെണ്ണായി, ഇങ്ങനെ പരിഗണിച്ചു, അല്ലെ? എന്നിട്ട് എന്തായത്? ജീവിക്കുന്ന ഏതാനും വർഷങ്ങൾ അത് ഉപയോഗിച്ചു, അല്ലെ? മരണം വന്നപ്പോ ഇതൊക്കെ വിട്ടു പോയില്ലേ? ഒക്കെ നമ്മളെ അധ്വാനം, നമ്മളെ പരിശ്രമം ഒക്കെ ബാക്കിയോട് കൂട്ടിയേ ഒന്നും കിട്ടിയില്ല. എങ്കിൽ ഒരു നിസ്കാരം തുടങ്ങി, ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ കാര്യം, ഒരു നിസ്കാരം തുടങ്ങി, സുന്നത്ത് നിസ്കാരം തുടങ്ങി, ദിക്റുകൾ കൂട്ടി, തിന്മകൾ ഉപേക്ഷിച്ചു, ഇതിങ്ങനെ പരിണമിച്ച് ഇങ്ങനെ പോവാണ്, അല്ലെ? പോയി ഒരുപാട് സമ്പാദ്യം. അത് ബാക്കിയാത്ത സ്വയം, അത് മുഴുവൻ എവിടേക്ക് മരിച്ചു. മറ്റതൊക്കെ മാറ്റത്തോടു കൂടി വിട്ടു, ഇത് മാറ്റത്തിന് ശേഷം കിട്ടി. ഇതല്ലേ സത്യം?
ഇതല്ലേ യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യമല്ലേ ആര് പറഞ്ഞു തരുന്നത്? അള്ള പറഞ്ഞു തരുന്നത്. അതല്ലേ അള്ള പറഞ്ഞത്, കുറെ സത്യങ്ങളാണ് അള്ള പറയുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ആ മാർഗം സ്വീകരിച്ചാൽ, സന്മാർഗം സ്വീകരിച്ചാൽ അതിന്റെ ഗുണം അവർ തന്നെയാണ് എന്ന് അള്ള പറഞ്ഞതിന്റെ കാര്യം ഇതാണ്. ശരി, ഇനി അടുത്ത ആയത്ത് 47-17. ഒരു കാര്യം കൂടി അവ ചേർത്ത് പറയണം അല്ലെ? ആ ആയത്തിൽ അള്ളാഹു ഒരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞു. എന്താ ചേർത്ത് പറഞ്ഞ കാര്യം? ആത്താഹും തഖ്വാഹും അല്ലെ? ആയത്ത് സെയിമാണ്. വല്ലദീന ഇഹ്തദൗ സാദഹും ഹുദ. വല്ലദീന ഇഹ്തദൗ, ആരെങ്കിലും മനിഹ്തദാ ഫലിനഫ്സി എന്ന ആയത്തിനെയാണ് നമ്മൾ വിശദീകരിക്കുന്നത്, ആയത്തെ പഠിക്കുന്നത്. ആരെങ്കിലും സന്മാർഗം സ്വീകരിച്ചാൽ അതിന്റെ ഗുണം അവർ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ആ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അതിലേക്ക് കടന്നു വന്നാൽ അത് അള്ളങ്ങനെ വർദ്ധിപ്പിച്ച് അള്ളാഹുത്തല കൊടുക്കും. അതാണ് വല്ലതീനവും സാധവും ഗുണ. വീണ്ടും അള്ളവൻ ആരെങ്കിലും സന്മാർഗം സ്വീകരിച്ചാൽ ആ ഗുണ അള്ളാഹ് അവൻ വർദ്ധിപ്പിച്ചു കൊടുക്കുമ്പോൾ ആത്താവും തഖ്വാവും അള്ളാഹു അവന് സൂക്ഷ്മത നൽകും. തഖ്വ അള്ളാഹ് കൊടുക്കും. എന്താ? ആത്താവും അവർക്ക് നൽകും. എന്ത് നൽകും? തഖ്വാവും അവരുടെ തഖ്വ അവർക്ക് നൽകുകയും ചെയ്യും. കാരണം എന്താ? സ്വർഗ്ഗായിരിക്കാണ് വൈദ്യത്തിൽ മുത്തഖീൻ തഖ്വയുള്ളവർക്കാണ് സ്വർഗം. അപ്പൊ എന്താണ് തഖ്വ? സൂക്ഷ്മത. ഓരോ കാര്യത്തിലും എനിക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റുമോ, ഞാൻ ഈ കാര്യം ചെയ്താല് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന ഒരു ഇതില്ലാത്തവന്, ഈ ഖുർആനും ദീനൊന്നും ഇല്ലാത്തവന് ഇതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. ഓൻ ഏത് സദസ്സിലും പോകും, ഏത് പാർട്ടിക്കും പോകും, ഏത് സ്ഥലത്തും പോകും, ഓൻ എങ്ങോട്ടും പോകും, അവനിതൊന്നുമില്ല. അതേ സമയത്ത് ചില ആൾക്കാർ ചിന്തിക്കും, എനിക്കിത് പറയാൻ പാടുണ്ടോ, ഞാനിത് ചെയ്യാൻ പാടുണ്ടോ എന്ന് ചില ആൾക്കാർ ചിന്തിക്കും. അതാണ് തഖ്വ. സൂക്ഷ്മത. അത് ചെയ്യാൻ പാടുണ്ടോ പാടില്ലേ എന്നൊരു ചിന്ത. ഇപ്പൊ നമ്മുടെ കയ്യിൽ 10 രൂപ വന്നാൽ ഇത് എനിക്ക് എടുക്കാൻ പാടുണ്ടോ പാടില്ലേ, ഞാനത് സ്വീകരിക്കാൻ പാടുന്നത് ഹറാമാണോ ഹലാലാണോ അല്ല, ഈ ഒരു ചിന്ത, ഈ ഒരു സൂക്ഷ്മത അയാൾക്ക് വരും. അത് അയാൾക്ക് എവിടേക്ക് ഗുണമാകും? പരലോകത്തേക്ക് ഗുണമാകും. അതാണ് രണ്ടാമത്. ശരി, ഒരാഴ്ച കൂടി നോക്കാം. 34-50. അത് വെച്ചോ. ഇവിടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സന്മാർഗം സ്വീകരിച്ചവന് അതിന്റെ ഗുണം എന്ന് പറഞ്ഞ സന്മാർഗം എന്താണ്, സന്മാർഗം കിട്ടൽ എങ്ങനെയാണ്, അതും കൂടി ഇതിൽ പ്രധാനമാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ വായിച്ച ആയത്തും ഈ ആയത്തുകൾ നോക്കി, രണ്ടിനും മുന്നിൽ വന്ന ആയത്തുകൾ എന്താ? ഈ ആയത്ത് വായിക്കും. ഇപ്പൊ ഇവിടെ നമ്മൾ മറച്ചു വെച്ചത് കുൽ ജാഅൽ ഹഖ്. എന്താണ്? ഒരു നബിയെ പറയാ ജാഅൽ ഹഖ്, സത്യം വന്നു കഴിഞ്ഞു. ശ്രദ്ധിക്കുക, കുൽ ജാഅൽ ഹഖ്, സത്യം വന്നു കഴിഞ്ഞു. അതാണ് ഇന്നാ അൻസൽനാ അലൈക്കൽ കിതാബ ലിന്നാസി ബിൽ, ആ സത്യം, ഈ ഗ്രന്ഥമാണ് സത്യം. വമാ യുബ്ദിഉൽ ബാതിൽ,
അസത്യം യാതൊന്നിനും തുടക്കം കുറിക്കുകയില്ല. അസത്യം യാതൊന്നിനും തുടക്കം കുറിക്കൂല. എന്താ പറഞ്ഞർത്ഥം? സത്യമല്ലാത്ത ഒന്ന് അതിന് ഒരിക്കലും ഒരു പുരോഗതി ഉണ്ടാവില്ല. ഉണ്ടാവും. സത്യമല്ലാത്തൊരു കാര്യം ഒരിക്കലും അതിന് മുകളിൽ ഒന്നിങ്ങനെ കൂടി പോകൂല. സത്യം മാത്രമേ ഉള്ളൂ വർദ്ധിക്കുള്ളൂ, അല്ലാത്തതൊന്നും വർദ്ധിക്കൂല. യാതൊന്നും പുനഃസ്ഥാപിക്കുകയുമില്ല. സത്യത്തെ മാത്രമേ എന്തെങ്കിലും ഒന്ന് പുനഃസ്ഥാപിക്കാൻ കഴിയുള്ളൂ, തുടർത്താൻ കഴിയുള്ളൂ. അസത്യം എപ്പോഴും പരാജയപ്പെട്ടു പോകും. കുറെ അസത്യങ്ങളാണ് ഇന്ന് ലോകത്തുള്ളത്. ഈ അസത്യങ്ങളാണ് തിന്മകൾ. എന്നാൽ കുറെ ചതി, വഞ്ചന, ആളെ പറ്റിക്കല്, ചൂഷണം ചെയ്യല് എല്ലാ രംഗത്തും ഉണ്ട്. ഈ ചൂഷണവും ചതിയും വഞ്ചനയൊക്കെ ഇത് ഒന്നിനും പ്രൊമോട്ട് ചെയ്യില്ല, ഒന്നിനും വർദ്ധിപ്പിക്കുക, ഒന്നിനും പുരോഗതിയിലേക്ക് എത്തിക്കുക, ഒരു പുതിയൊരു കാര്യം പുനഃസ്ഥാപിക്കില്ല. എന്നാൽ സത്യം നേരത്തെ പറഞ്ഞത് നമ്മൾ എന്താണ്ടാകുക, അതിങ്ങനെ കൂടി പോകും അല്ലെ. ഒരുപാട് കാര്യങ്ങൾ പുനഃസ്ഥാപിക്കും. എന്താ പുനഃസ്ഥാപിക്കുക? ഒരാൾ നന്നായി, ഒരു കുടുംബത്തിന് നന്നായി. ഒരു വീട്ടില് ഒരു പെണ്ണാൾ പ്രശ്നം വിചാരിക്കുക, ആ പെണ്ണ് ഖുർആൻ പഠിക്കാൻ വേണ്ടി വന്ന് ഖുർആൻ പഠിച്ചു, ആ പെണ്ണ് നന്നായി, ആ കുടുംബം നന്നായി, ഒരു പുതിയ കുടുംബം ജനിക്കുകയാണ്, പലതോടെ പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. എന്നിട്ട് അല്ല പറയാ, നബിയെ പറയുക, ഞാൻ പിഴച്ചു പോവുകയാണെങ്കിൽ, ഇതിപ്പോ ഈ ഖുർആനിൽ ജനങ്ങളെ തെറ്റിക്കുന്ന സംഗതിയാണെങ്കിൽ, ഈ ഖുർആനിൽ ജനങ്ങളെ വഴിതെറ്റിക്കുന്ന കാര്യമാണെങ്കിൽ ശ്രദ്ധിച്ചു. അപ്പൊ പറയാം, നബിയോട് പറയാൻ പറ്റില്ല, ഈ വലത്തു ഞാൻ വഴിതെറ്റി പോവുകയാണെങ്കിൽ ഞാൻ ആ പിഴക്കുന്നതിന്റെ ദോഷം എനിക്ക് തന്നെയാണ്. നബിയോട് പറയാൻ ഖുർആനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ അതിൽ തെറ്റായ കാര്യത്തിലേക്കാണ് ക്ഷണിക്കണമെങ്കിൽ അതിന്റെ ദോഷം എനിക്ക് തന്നെയാണ്. ഇത് ഞാൻ സന്മാർഗം പ്രാപിച്ചെങ്കിലോ എന്റെ റബ്ബ് എനിക്ക് വഹി നൽകുന്നതിന്റെ ഫലമായിട്ടാണത്. റബ്ബ് നൽകുന്ന വഹിയാണ് ഞാൻ സന്മാർഗം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ റബ്ബ് എനിക്ക് നൽകുന്ന വഹിയുടെ ഫലമായിട്ടാണത്. അപ്പൊ ഹിദായത്ത് സ്വീകരിക്കുന്ന വഹി സ്വീകരിക്കണം. ആ വഹി ഏതാണ്? ഖുർആനാണ്. ഇന്നഹു സമീഉൻ കരീം, അവൻ തീർച്ചയായും സമീപസ്ഥനും എല്ലാം കേൾക്കുന്നവരുമാണ്. ഏറ്റവും പ്രധാനം എന്താണ്? ഈ വഹി, ഈ ഖുർആൻ പഠിക്കുക. ഖുർആൻ ജനങ്ങളെ മാറ്റും, ഖുർആൻ വ്യക്തിയെ മാറ്റും, കുടുംബത്തെ മാറ്റും. അതിന്റെ ഗുണം അവര് തന്നെയാണ്. ആരെങ്കിലും തെറ്റിപ്പോയ ദോഷവും അവര് തന്നെയാണ്. ഇനി നേരത്തെ നമ്മൾ വായിച്ച ആയത്തിന്റെ മേലുള്ള ആയത്തിൽ കൂടി വായിച്ചോക്കി. അവിടെ കാണാം 47 നമ്മൾ നേരത്തെ മറിച്ചില്ലേ? 47 മടക്കി 47 സൂറത്ത് മുഹമ്മദാണ്. ആ 47 17-ാമത്തെ ആയത്ത് നമ്മൾ നേരത്തെ വായിച്ചത് അല്ലെ? അതിലെ 16 വായിച്ചോക്കി. 16 വായിച്ചോക്കി. അവരുടെ കൂട്ടത്തിലുണ്ട് നിന്നെ ശ്രദ്ധിച്ച് കേൾക്കുന്ന ചിലർ, നിന്നിലേക്ക് ശ്രദ്ധിച്ച് കേൾക്കുന്ന ചിലരുണ്ട്. അത് ഇസ്തിമാനാണ്. എന്ത് ശ്രദ്ധിച്ച് കേൾക്കലാണ്? നബിയിലേക്ക് ശ്രദ്ധിച്ച് കേൾക്കാൻ. ഇപ്പൊ നിങ്ങൾ ഈ ശ്രദ്ധിച്ച് എന്തെല്ലാം പ്രശ്നങ്ങൾ, ഇപ്പൊ ഈ ഇരിക്കണ ഈ ഒരു 10 വലിയ ആൾക്കാർക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. കുടുംബത്തിലെ പ്രശ്നങ്ങളുണ്ട്, കച്ചവടത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, രോഗ പ്രശ്നങ്ങളുണ്ട്, കുടുംബത്തിലെ വ്യാപാര പ്രശ്നം, ഉമ്മാക്ക് രോഗം, മക്കൾക്ക് രോഗം, മക്കളുടെ വിദ്യാഭ്യാസം, പഠനം, പരീക്ഷ, എന്തെല്ലാം പ്രശ്നങ്ങൾ മനസ്സിലുണ്ട് അല്ലേ? പക്ഷെ ഇവിടെ ഈ ഇരുന്ന ഈ അരമണിക്കൂർ നോക്കിക്കള് നിങ്ങൾ എന്തിലേക്കാ ശ്രദ്ധിച്ചത്? അല്ലെ? ഖുർആനിലേക്കാ. എത്ര മറിച്ചതേതാ ഖുർആനാണ്, കണ്ടതേതാ ഖുർആനാണ് അല്ലെ? ഇതിലേക്കാ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. അതാണ് ഈ ഖുർആനിലേക്ക് നിന്നിലേക്ക് ശ്രദ്ധിച്ച് കേൾക്കുന്നവർ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഖുർആൻ ശ്രദ്ധിച്ച് പഠിക്കുന്നവർ കൂട്ടത്തിലുണ്ട്, ഖുർആൻ പഠിക്കുന്നവരുണ്ട്. എന്നാൽ എന്നാൽ ചില ആൾക്കാർ എന്ത് ചെയ്യും? അവര് പുറത്തു പോയാൽ, പല ടൈപ്പ് ആൾക്കാരുണ്ടാവും. അതിൽ ചിലർ പുറത്തു പോയാൽ കാലുകളില്ല ഊത്തുലഹിമ,
എയിമ കിട്ടിയ എയിമുള്ള ചില ആൾക്കാരുണ്ടാവും, നല്ല അറിവുള്ള ആൾക്കാരുണ്ടാവും. അവരോട് പറയും ആ മാതാ ആരാനിവ, ഇയാളിപ്പോ എന്താ പറഞ്ഞത് ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട്. എങ്ങനെ ശ്രദ്ധിച്ച് കേട്ട് കാര്യങ്ങൾ ഉൾക്കൊണ്ട് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട്. ഈ വ്യക്തി ഇയാൾ പറഞ്ഞ ഈ പറയണത് എന്ന് വെറുതെ ഇങ്ങനെ കളിയാക്കി പരിഹസിച്ചുകൊണ്ട് പറയുന്ന ആളുകളുമുണ്ട്, കളിയാക്കുന്ന ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാല് ഈ കേൾക്കുന്നത് ഹൃദയത്തിലേക്ക് ഇറങ്ങുന്ന ആൾക്കാരുണ്ട്, ഇറങ്ങാത്ത ആൾക്കാരുമുണ്ട്. അള്ളാഹ് പറയാണ് അള്ളാഹു അവരെ ഹൃദയത്തിന്റെ മേലെ സീൽ വെച്ചിരിക്കുന്നു. അവർ പിൻപറ്റുന്നത് അവരുടെ സ്വന്തം ഇഷ്ടങ്ങളെയാണ്. ഖുർആനിൽ ഒരു കാര്യം പറയുന്നത് സ്വന്തം ഇഷ്ടത്തിന് എതിരായിരിക്കും. അപ്പൊ ഖുർആൻ പറഞ്ഞാൽ ആ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒഴിവാക്കേണ്ടി വരും. അത് ഒഴിവാക്കാൻ കഴിയാത്ത ആൾക്കാർ ആരാണ്? സ്വന്തം ഇഷ്ടത്തെ പിൻപറ്റുന്ന ആൾക്കാരായിരിക്കും. ഞാൻ ഇങ്ങനെ തന്നെ പോവുള്ളൂ, എന്ത് പറഞ്ഞാലും, ഏത് ഖുർആൻ ക്ലാസ്, ഏത് മൊഴിയിൽ പറഞ്ഞാലും പഠിക്കുക, ഏത് ഖുർആൻ പറഞ്ഞാലും പഠിക്കുക, ഹദീസ് പറഞ്ഞാലും പഠിക്കുക, ഞാൻ ഇങ്ങനെ തന്നെ പോവുള്ളൂ എന്ന് ചില ആൾക്കാർ പറയും. അള്ളാഹ് അവരെ ഹൃദയത്തിലുള്ള സീല് വെച്ച് കഴിയും. ഇനി അവർക്ക് മാറാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടായാൽ ഈമാനില്ലാതെ മരിച്ചു പോകും, കാഫറായി മരിച്ചു പോകും, ഇസ്ലാമില്ലാതെ മരിച്ചു പോകും. നമുക്ക് പരലോകം എന്നേക്കുമായി നഷ്ടപ്പെട്ടു ചെയ്യും. അപ്പം ഉള്ള ഈമാൻ നിലനിർത്താനും ഈ ഈമാനും തത്വം വർദ്ധിപ്പിച്ച് കൊണ്ടുവരാനും നമ്മൾ ചെയ്യേണ്ട ഏക മാർഗം എന്താണ്? അള്ളാഹുവിന്റെ കലാപ് വ്യവസ്ഥാപിതമായി പഠിക്കാവുന്നതാണ്. അള്ളാഹു തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ വന്ന് തെറ്റുകുട്ടി അള്ളാഹു വിട്ടുകൊടുത്ത് മാറായിട്ട് മരണപ്പെട്ടു പോലെ അള്ളാഹു മോട്ടോർക്ക് ഭക്ഷണത്തെ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മക്കൾ അള്ളാഹു സ്വാലയായ മക്കളാക്കി തീർക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഇടപാടുകളിൽ കച്ചവടത്തിലെല്ലാം അള്ളാഹു നിയമത്തിൽ വർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. രോഗത്തിൽ നിന്ന് അള്ളാഹു ശമനം പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ആഫിയത്തിന് പ്രദാനം ചെയ്യട്ടെ. ജീവിക്കുന്ന കാലം അത്രയും അവനവന്റെ കാര്യങ്ങൾ ചെയ്ത് ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. التواب الرحيم واخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك ان شاء الله.